ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള ഒരു അടിപൊളി ബാഗാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ബാഗ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയ ഷർട്ടില്ലേ, നമ്മൾ കളയാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന പഴയ ഷർട്ടുണ്ടല്ലോ, ആ ഷർട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫ്രണ്ടിലത്തെ ആ ഒരു ബട്ടൺസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലേ ഷർട്ടാണെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മെഷീൻ വേണമെന്നില്ല, കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തായാലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഹാഫ് സ്ലീവ് ഷർട്ടാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ഷർട്ടും അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഉള്ള ഷർട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് ബെൽറ്റ് ഉണ്ടല്ലോ, നമ്മൾ ആ വള്ളിയില്ലേ, ബാഗിൻ്റെ വള്ളി പിടിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് തുണി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് തുണി വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് സ്ലീവിൻ്റെ അകത്ത് നമുക്കതൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ് സ്ലീവാണ്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഷർട്ട് എടുത്ത് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അകത്ത് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ലെങ്ത്താണ്. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡർ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, മുകളിൽ ഷോൾഡറിൽ ഒരു പടി പോലെ പിടിപ്പിച്ചേക്കണം കണ്ടോ, അവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഞാനിപ്പോൾ വരയ്ക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നേരെ താഴേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കണം. നമുക്കിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസാണ് വേണ്ടത് കേട്ടോ, ബാഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം മാക്സിമം തുണി നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക, ഏറ്റവും ആ ഒരു ആം ഹോൾ വരുന്ന ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമുക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇത് ലെങ്ത്താണ്. ഇനി വിഡ്ത്ത് വരുന്നത് താഴ്ഭാഗത്ത് നമ്മൾ ഒരു കർവ് വരുന്ന ഭാഗം കണ്ടോ ഷർട്ടിൻ്റെ, ചില ഷർട്ടിന് അങ്ങനെ വരും. അപ്പോൾ ആ കർവ് നമുക്ക് വേണ്ട, നമ്മൾ അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ വരച്ചു. ഇനി ഏറ്റവും മുകളിൽ നമ്മുടെ ആ ഒരു കോളർ വരുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഞാനിപ്പോൾ കൈ പിടിച്ചേക്കണ ഭാഗം കണ്ടില്ലേ, അവിടെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ആ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പിലുള്ള ഒരു പീസ് നമുക്കവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 23.5 ഇഞ്ചും വിഡ്ത്ത് ഒരു 16.5 ഇഞ്ചും ആട്ടോ വരുള്ളൂ. മാക്സിമം നമുക്ക് അത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 4 സൈഡ് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതുപോലെ തന്നെ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തുണി പടി പിടിപ്പിക്കാനൊന്നും ബാക്കി വളരെ കുറവാണ്. അത് ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു പീസ് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ പോക്കറ്റ് നമുക്ക് വേണ്ട, അത് നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. പോക്കറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു കോർണർ ഭാഗം കണ്ടോ, ആ ഒരു കോർണർ ഭാഗത്ത് നിന്ന് നമുക്കൊരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് ഒന്ന് താഴെ മാർക്ക് ചെയ്തു. അതിനുശേഷം മുകളിലേക്കും ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. നമുക്കൊരു 3 ഇഞ്ചിലുള്ള ഒരു സ്ക്വയർ പീസ് നമുക്ക് അവിടെ നിന്ന് മുറിച്ചെടുക്കണം. ഒരു സൈഡിൽ നിന്നല്ല, 4 കോർണറിൽ നിന്ന് മുറിച്ചെടുക്കണം. നമ്മൾ ഒരു സൈഡിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ 3 ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു പീസ് അവിടെ വേണ്ട, അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ 4 സൈഡിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കട്ടിങ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒരു വള്ളിയും കൂടെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു പീസ് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 17 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചുമാണ്. അപ്പോൾ നീളത്തിൽ തുണിയുടെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് തുണി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2ഓ 3ഓ ഒക്കെ ആയിട്ട് മടക്കി നല്ല കട്ടിക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. വള്ളിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിക്ക് ഇരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എനിക്കവിടെ തുണി കുറവായതിനാൽ ഞാനൊരു ഒറ്റ പീസ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് 2ആയിട്ട് നീളത്തിൽ മടക്കി വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കതൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കണം.
എന്നാലാണ് കുറച്ചൊരു കട്ടി വരുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ ഷർട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത പീസല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സ്ലീവ് ഉള്ളതാണ് എടുത്തതെങ്കിൽ. അപ്പോൾ സ്ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ലീവിൽ നിന്ന് ഈ ഒരു പടി പിടിപ്പിക്കാനുള്ളത് നമുക്ക് വെട്ടിയെടുക്കാം, വള്ളി പിടിപ്പിക്കാനുള്ളത് വെട്ടിയെടുക്കാമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് നമ്മുടെ ഷർട്ടിൻ്റെ നല്ല വശം എടുത്ത് വയ്ക്കുക. ബട്ടൺസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് നിവർത്തി വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ ആ ഒരു കോർണർ വരുന്ന ഭാഗത്തു നിന്ന് ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എല്ലാ കോർണറിൽ നിന്നും ഒരു 3 ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളി ഒന്ന് പിടിപ്പിച്ചെടുക്കാം നമുക്ക് അതിൻ്റെ അകത്ത്. ആദ്യം നമ്മൾ ആ വള്ളിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി, ഒരു 4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2-3 സ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു സ്ക്വയർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നല്ല ഉറപ്പിന് അവിടെ ഇരുന്നോളൂ. നമ്മൾ ഈ ബാഗൊക്കെ ആകുമ്പോൾ അതിൽ തുണിയൊക്കെ നിറച്ച് വെച്ച് കഴിയുമ്പോൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്, എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 2-3 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു വള്ളിയുടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തേക്കണ ആ ഒരു പോയിൻറ്റിൽ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വള്ളിക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 ഇഞ്ചൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു 17 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്തത് കണ്ടില്ലേ, ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ ചെയ്യുക. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഒന്ന് മടക്കി വയ്ക്കുക, എന്നിട്ട് ചെയ്യുക. കാരണം നമ്മളത് പുറത്ത് വെച്ചിട്ടാലോ സ്റ്റിച്ച് ചെയ്യണേ, അപ്പോൾ അതുകൊണ്ട് പുറമേക്ക് തയ്യൽത്തുമ്പൊന്നും കാണാതിരിക്കാൻ. ഇപ്പോൾ കണ്ടോ, 2 വള്ളി നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഷർട്ടിൻ്റെ, അതെടുത്ത് നല്ല വശം നിവർത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, വള്ളി പിടിപ്പിച്ചേക്കുന്ന ആ ഒരു ഭാഗം കമഴ്ത്തി വയ്ക്കുക. അതായത് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക എന്നർത്ഥം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കോർണർ ഭാഗമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തേക്കണ 3 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗം നല്ല കറക്റ്റായിട്ട് വയ്ക്കുക കേട്ടോ. കോർണർ എപ്പോഴും കറക്റ്റായിരിക്കണം, എന്നാലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ അതെങ്ങനെയാണ് വെച്ചേക്കണമെന്നുള്ള ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കോർണർ നമ്മൾ രണ്ടാമതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഞാനിപ്പോൾ എല്ലാ സൈഡും ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. കോർണറെല്ലാം നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല വശം വെച്ചിട്ടുണ്ട്. ഈ ഒരു വള്ളി പിടിപ്പിച്ചേക്കണ ഭാഗം കമഴ്ത്തിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 4 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിട്ടുപോകും. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് 4 സൈഡുകളും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ബട്ടൺസിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4 സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കോർണർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ നിവർത്തി പിടിക്കുക. ഇങ്ങനെ നിവർത്തി പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പ് കണ്ടോ, ആ തയ്യൽ തുമ്പ് ഒരേപോലെ വരണം. അതായത് 2 സൈഡിലെയും തയ്യൽ തുമ്പ് ഒരേ ലൈനിൽ വരത്തക്ക വണ്ണം വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെയും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. ബാഗിൻ്റെ ഉൾഭാഗം മൊത്തം തയ്ക്കുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഒരു കോർണർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക. അങ്ങനെ 4 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ബട്ടൺസ് അഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പം നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടൺസ് അഴിച്ചതിന് ശേഷം തിരിച്ചിട്ടെടുക്കുക. ഇതാണ് നമ്മുടെ ബാഗ് വന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ നമുക്ക് തുണി നിറച്ച് വയ്ക്കാം. ഇതിൽ ഒരുപാട് തുണി കൊള്ളൂ കേട്ടോ. ഒരു 3-4 ബെഡ്ഷീറ്റ്, ചുരിദാർ, ഷോള്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ നിറച്ച് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തുണി നമുക്ക് കൊള്ളും. നമുക്ക് കാണുന്നത് പോലെയല്ല, ബാഗ് കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുമെങ്കിലും കുറേ തുണി നമുക്ക് കൊള്ളും. നമ്മുടെ വാർഡ്രോബിലൊക്കെ എടുക്കാതെ വെച്ചിരിക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, ബെഡ്ഷീറ്റൊക്കെ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പൊടി പിടിക്കാതെ നമുക്ക് ഇതുപോലുള്ള ബാഗുകളിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പഴയ ഷർട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക.
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാഗ് കേട്ടോ. നമ്മുടെ യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ചെക്കിൻ്റെ ഷർട്ട്, അങ്ങനെയുള്ള ഷർട്ടൊക്കെ അതിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ സ്കേർട്ടാണെങ്കിലും അതൊക്കെ നല്ല കട്ടിയുള്ള തുണിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തുണികളിലൊക്കെ ഇതുപോലെ ബാഗ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.